രണ്ട്, കള്ള ഹദീസ് ഉണ്ടാക്കിയത് ആരാ? ഏത് കുടുംബത്തിൽ നിന്ന് വന്നവനാ കള്ള ഹദീസ് ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് റസൂലിന്റെ പേരിൽ വെച്ചുകെട്ടി നുണ പറഞ്ഞവനാരാണ്? അതിന് ആധികാരികത ഉണ്ടാക്കിയവനാരാണ്? ഇത് വളരെ കൃത്യമാണ്. കേട്ടോ ഹദീസ്. എന്താണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഹദീസ്? അല്ലാഹ് ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കെട്ടിയിരുന്നു. പെണ്ണുങ്ങളോട് പറയാം, ഞങ്ങളൊക്കെ അനുവദിക്കണേ, ഞങ്ങളൊക്കെ 2 പെണ്ണ് കെട്ടിയിരുന്നു. സ്ത്രീകൾക്കുള്ള ക്ലാസ്സാ. അടി വിടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ, ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് 2 എട്ടുന്നത് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. പടച്ചോനാണ് ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയാ. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേടുവന്ന് പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അതിന് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞ്, അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ, നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? സ്നേഹം കൂടുതലുകൊണ്ടാണിത് നാം നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്തറിയോ? ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്. ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക. ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അവരെനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത്? വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ചൊരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പൂറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കണൊരിടം. സ്വന്തം ഭർത്താവിന് അത്തരൊരിടം കിട്ടണമെന്ന് ഈ മുത്തുള്ള സ്വർഗത്തിലുള്ള ഈ മുത്തിനെ കുറിച്ച് പറഞ്ഞ ഈ ഹദീസ്, 2 പെണ്ണ് കിട്ടിയാൽ കിട്ടുന്ന ഈ മുത്ത് ഒരു പ്രത്യേകതരം മുത്താണത്. അത് സ്വർഗത്തിലുള്ള മുത്താണ്. ആ മുത്തിനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? ഇല്ല. മുസ്ലിമിലുണ്ടോ? അവിടെ ഇല്ല. അബൂദാവൂദിലുണ്ടോ? അവിടെ ഇല്ല. തിർമിദിയിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? മുസ്നദുകളിലുണ്ടോ? മുസന്നഫുകളിലുണ്ടോ? ജാമിഉകളിലുണ്ടോ? സഹീഹുകളിലുണ്ടോ? പോട്ടെ, വേണ്ട, ഇതിലൊന്നും ഉണ്ടാകണ്ട. ഒരു നെഹവിന്റെ കിതാബ് അവാമിലോ അൽഫിയിലോ തുഹ്ഫയിലോ കിതാബിലെങ്കിലും ഉണ്ടോ? എന്ത്? ഒരു നെഹവിന്റെ കിതാബിലെങ്കിലും ഒരു മൗദൂആയിട്ട് ഹദീസെങ്കിലുണ്ടോ? ഇല്ല. ആര് നിർമ്മിച്ചുണ്ടാക്കി? മുജാഹിദ് പണ്ഡിതനായ മുജാഹിദ് ബാലുശ്ശേരി, ഇസ്മു മുസമ്മി മുജാഹിദ. അദ്ദേഹം ഒരു ഹദീസ് ഉണ്ടാക്കിയതിന് 2ാമതൊരു പെണ്ണ് കെട്ടാൻ തെളിവായിട്ട്. ഇങ്ങനെ കള്ള ഹദീസ് ഉണ്ടാക്കുക, ഉള്ള ഹദീസൊക്കെ നിഷേധിക്കും ചെയ്യാം. ഉള്ള ഹദീസ് നിഷേധിച്ചപ്പെടുത്തി, ഹദീസ് നിഷേധിച്ചപ്പെടുത്തി എല്ലാ ഉള്ള കാര്യങ്ങളും ഇല്ലാന്നിടത്തേക്കെത്തി. ഇപ്പൊ ഖബർ ശിക്ഷയില്ല, ദജ്ജാലില്ല. ദജ്ജാല് ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് പറയണമെങ്കിലും ഓക്കെ, അതല്ല പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയണമെങ്കിൽ ചിന്തിക്കായിരുന്നു. ദജ്ജാൽ ഉണ്ടാവൂല. എവിടെയാണ് ഇതൊക്കെ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഖബർ ശിക്ഷ ഇല്ല എന്നാണോ പഠിപ്പിച്ചത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്താ? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ, മുത്തുനബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എപ്പോഴും നബി തങ്ങൾ ദുആ ചെയ്യുന്ന ദുആ എന്താ? അല്ലാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു.